പ്രൊഫസർ ഇ ജി ജോർജ് കൂടെ ചേരുന്നുണ്ട്. പ്രൊഫസർ ഇ ജി ജോർജ്, ഇപ്പോൾ നടക്കുന്ന കാര്യം അൻവറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അൻവർ കെ സിയെ കാണണമെന്ന് പറയുന്നുണ്ട്, കെ സിയുമായി സംസാരിക്കണമെന്ന് പറയുമ്പോഴും അദ്ദേഹം കേരളത്തിലുള്ള നേതാക്കളെയൊക്കെ തന്നെ, കോൺഗ്രസിന്റെ നേതാക്കളെയൊക്കെ തള്ളിപ്പറയുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ കടന്നിരിക്കുന്നത്. എങ്ങനെയായിരിക്കും കോൺഗ്രസ് ഇനിയും അൻവർ എന്നുള്ളൊരു വിഷയത്തെ നേരിടുന്നത്? കോൺഗ്രസിന്റെ ഇതുവരെയുള്ള ഈ കാര്യത്തിലുള്ള നിലപാട് വളരെ വ്യക്തമാണ്. ഇനിയും യാതൊരു തരത്തിലും കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുതിയതായിട്ടുള്ള ഒരു നീക്കം അൻവറിനെ പരിധിയിൽ വരുത്താൻ വേണ്ടി നടത്തുമെന്ന് സാമാന്യ ബുദ്ധിയുള്ളവരാരും തന്നെ പ്രതീക്ഷിക്കുന്നില്ല. ഇന്നലെ നമ്മൾ കണ്ടല്ലോ, ഏറ്റവും ഒടുവിലായി പരക്കം പാഞ്ഞുകൊണ്ട് ഞാൻ കോഴിക്കോട്ടേക്ക് പോവുകയാണ്. അവിടെ കെ സി വേണുഗോപാലുണ്ട്. അദ്ദേഹത്തിൽ മാത്രമേ എനിക്കിനി പ്രതീക്ഷയുള്ളൂ. അദ്ദേഹത്തെ കാണുമ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന വിചാരത്തിൽ അങ്ങോട്ട് പോയിട്ട് കെ സി വേണുഗോപാൽ ആ സമയം കൊണ്ട് അദ്ദേഹം വിമാനത്തിൽ കയറി കഴിഞ്ഞു. അപ്പൊ പിന്നെ ആ കാഴ്ച നടന്നില്ലല്ലോ. അപ്പൊ ഇനി മാത്രവുമല്ല, കെ സി വേണുഗോപാൽ പറഞ്ഞത് മേഘ തന്നെ കേട്ടിട്ടുണ്ടാവണല്ലോ, നിങ്ങളൊക്കെ കേട്ടല്ലോ. അതായത് ഈ പ്രശ്നം പരിഹരിക്കാൻ പക്വതയുള്ള നേതൃത്വം കേരളത്തിലുണ്ട്. ഈ സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ നേതൃത്വം ആ പ്രശ്നം തക്ക രീതിയിൽ പരിഹരിച്ചു കൊള്ളുമെന്ന് വളരെ ആത്മവിശ്വാസത്തോടുകൂടി അദ്ദേഹം പറഞ്ഞിട്ടാണല്ലോ അദ്ദേഹം വിമാനം കയറി ഡൽഹിയിൽ പോയത്. ഇനിയിപ്പോ എങ്ങനെയാണ് അവർ തമ്മിൽ ഒരു ഫിസിക്കൽ ശാരീരികമായ കോണ്ടാക്ട് ഇനി ഉണ്ടാവുക? അത്ര എളുപ്പമല്ല. ഇനിയിപ്പോ ഈ രാത്രിയിലോ പകലോ അൻവർ വിമാനം കയറി ഡൽഹി പോയി കെ സി വേണുഗോപാലിനെ കണ്ടെന്ന് വെച്ചാൽ തന്നെ അദ്ദേഹത്തിന്റെ നിലപാടിൽ മാറ്റം ഉണ്ടാകുമെന്ന് ആർക്കെങ്കിലും പറയാനായി സാധിക്കുമോ? പിന്നെ അപ്പോ അതുകൊണ്ട് പി വി അൻവറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു രാഷ്ട്രീയ ആത്മഹത്യക്ക് ശ്രമിക്കാതെ, ഒരു പൊളിറ്റിക്കൽ സൂയിസൈഡിന് ശ്രമിക്കാതെ അദ്ദേഹം കോൺഗ്രസ് വെച്ചതായിട്ടുള്ള നിർദ്ദേശങ്ങളോട് യോജിക്കുന്നതാണ് അദ്ദേഹത്തിന് നല്ലത്. അദ്ദേഹം ഉൾപ്പെട്ടു നിൽക്കുന്നു എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് നല്ലത്, അദ്ദേഹത്തിന്റെ അണികൾക്ക് നല്ലത്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ, തദ്ദേശ സ്വയംഭരണ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അല്പമെങ്കിലും അദ്ദേഹത്തിന് ഒരു വിലപേശലെങ്കിലും നടത്തണമെന്നുണ്ടെങ്കിൽ, വിലപേശൽ നടത്തിയാൽ എത്ര വിജയിക്കും എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. വിലപേശലെങ്കിലും നടത്തണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും ഇപ്പോൾ കോൺഗ്രസ് വെച്ച നിർദ്ദേശങ്ങൾ അംഗീകരിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ശ്രീ ഐ.എൻ. ഷൗക്കത്തിന് സർവാത്മന പിന്തുണ നൽകിയെങ്കിലേ പറ്റുകയുള്ളൂ. ഇനി അദ്ദേഹത്തിന്റെ നാവിൽ അദ്ദേഹം നിയന്ത്രിക്കണം. ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി മേഘ അവിടെ യാഥാർത്ഥ്യമായി കഴിഞ്ഞു. UDFന്റെ സ്ഥാനാർത്ഥിയായി അദ്ദേഹം ഇറങ്ങി പ്രവർത്തനം മെനഞ്ഞാന്ന് മുതൽ ആരംഭിച്ചു. ചുവരെഴുത്തുകളൊക്കെ ആരംഭിച്ചു. മുഴുവൻ നേതാക്കന്മാരും അതിന്റെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞു. ഇപ്പോഴും LDF ഇരുട്ടിൽ കിടന്ന് തപ്പുകയാണ്. ഇന്ന് നാളെയൊക്കെ സ്ഥാനാർത്ഥി വരാൻ പോകുന്നേ ഉള്ളൂ. അത് പോട്ടെ, അതല്ലല്ലോ നമ്മുടെ ചർച്ചാ വിഷയം. അപ്പൊ കോൺഗ്രസ് ഈ കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് വളരെ വ്യക്തമാണ്. ഇനിയും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് യാതൊരു ഭിന്ന ശബ്ദവും ഉണ്ടാകുമെന്ന് അൻവറും പ്രതീക്ഷിക്കേണ്ട, LDF ഒട്ടും പ്രതീക്ഷിക്കേണ്ട. അതുകൊണ്ട് അൻവറിന് ഇനി കരണീയമായിട്ടുള്ളത്, അദ്ദേഹത്തിന്റെ മുൻപിലുള്ള ഒരേ ഒരു ഓപ്ഷൻ, അദ്ദേഹം ഒന്നാമതായി അദ്ദേഹം ഈ ആര്യാടൻ ഷൗക്കത്തിനെതിരായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള വിമർശനങ്ങളും ആക്ഷേപങ്ങളും അടിയന്തരമായി നിർത്തണം. രണ്ടാമതായി അദ്ദേഹത്തിന് ഇപ്പോൾ കോൺഗ്രസ് നൽകിയിരിക്കുന്ന വാഗ്ദാനം, ഒരു പക്ഷേ അസോസിയേറ്റഡ് പാർട്ടി എന്ന രീതിയിൽ ഈ CMBA ഒക്കെ കണ്ടതുപോലെ ഒക്കെ, അല്ലെങ്കിൽ KK രമയുടെ പാർട്ടിയോടുള്ള ആ ഒരു സമീപനം പോലെയുള്ള സമീപനം അത് സ്വീകരിച്ചുകൊണ്ട് UDFന് വേണ്ടി രംഗത്തിറങ്ങി പ്രവർത്തിക്കണം. അതുകൊണ്ട് ഇനിയിപ്പോ ബാർഗെയിനിങ് പവർ അൻവറിനെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞു. മുസ്ലിം ലീഗ് ആണെങ്കിലും വളരെ ബുദ്ധിപരമായ, തന്ത്രപരമായ, വിവേകപൂർണമായ, പക്വപരമായ ഒരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. കാരണം ഇത് യഥാർത്ഥത്തിൽ കോൺഗ്രസുമായിട്ടുള്ള പ്രശ്നമാണ്. മുസ്ലിം ലീഗിന് ഇതിനകത്ത് അൻവറിനെ സഹായിക്കണം എന്നോ സഹായിക്കരുതെന്നോ പറയാനുള്ള ഒരു നിലപാടെടുക്കാൻ അവർക്ക് സാധ്യമല്ല. അവരങ്ങനെ ശ്രമിക്കുന്നവരുമല്ല. അവർ നന്നായി രാഷ്ട്രീയ പക്വതയുള്ള ഒരു പാർട്ടിയാണ്. അതിന്റെ നേതാക്കന്മാരൊക്കെ വളരെ ഇരുത്തം വന്ന നേതാക്കന്മാരാണ്. അപ്പൊ മുസ്ലിം ലീഗ് കോൺഗ്രസിന്റെ താല്പര്യത്തിന് വിരുദ്ധമായി, അല്ലെങ്കിൽ പി വി അൻവറിനെ സഹായിക്കത്തക്ക രീതിയിൽ വഴിവിട്ട് മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. ആ പ്രതീക്ഷയും പി വി അൻവറിന് ഇന്നലത്തെ കൊണ്ട് ഇല്ലാതെയായിട്ടുണ്ട്. കാരണം PK കുഞ്ഞാലിക്കുട്ടിയും അല്ലെങ്കിൽ അവരുടെ നേതാക്കന്മാരും ഒക്കെ നിങ്ങളെ വളരെ ഈ UDFന്റെ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കണം. അതാണ് നമ്മുടെ പരമപ്രധാനമായ കാര്യം. നിങ്ങൾ എടുത്തിരിക്കുന്ന നിലപാട് ഇതാണല്ലോ. അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ, പിണറായിസം, മരുമോനിസം. ഈ രണ്ട് വാക്കുകൾ അദ്ദേഹം കണ്ടുപിടിച്ചതാണ്. പിണറായിസം, മരുമോനിസം. ഇത് അവസാനിപ്പിക്കാൻ വേണ്ടിയാണല്ലോ അദ്ദേഹം രാജിവെച്ചിറങ്ങി വന്ന് അരയും തലയും മുറുക്കി കഴിഞ്ഞ കുറെ നാളുകളായി പോരാടിക്കൊണ്ടിരിക്കുന്നത്. ആ പോരാട്ടമാണല്ലോ ആക്ഷരികമായി ഈ UDF നടത്തിക്കൊണ്ടിരിക്കുന്നത്.
അങ്ങനെ വരുമ്പോൾ അവർ ഒരുമിച്ച് നിൽക്കുക എന്ന് പറയുന്നത് സാമാന്യ ബുദ്ധിയും കേവല ബുദ്ധിയും സാമാന്യ വിവേകവും ഒരു രാഷ്ട്രീയ പ്രവർത്തകരെന്ന രീതിയിൽ ഈ പി വി അൻവർ കാണിക്കേണ്ട സമയം വൈകിയിരിക്കുന്നു. അദ്ദേഹം ഇനി ഒന്നും കാത്തു നിൽക്കേണ്ടതില്ല. കോൺഗ്രസിന്റെ ഇതുവരെ അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ അദ്ദേഹം ഒന്നുകൂടെ വേണമെങ്കിൽ ഉറപ്പിക്കുക. പുതിയ വാഗ്ദാനത്തിന് വേണ്ടി ഒന്നും പ്രതീക്ഷിക്കേണ്ട. പുതിയ ഫോർമുലയുമായി ഇനി പോയിട്ട് കാര്യമില്ല. അതുകൊണ്ട് സമയം കളയാതെ അദ്ദേഹം ഈ ആര്യാടൻ ഷൗക്കത്തിന് പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഗോദായിലിറങ്ങി പ്രവർത്തിക്കുന്നതാണ് അദ്ദേഹത്തിന് നല്ലത്, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിക്ക് നല്ലത്, അദ്ദേഹം ഉൾപ്പെടുന്ന പാർട്ടിക്ക്. അതൊരു വിഷയമല്ല. ഇപ്പോ കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു പിന്തുണയില്ലായ്മയും ഒന്നും രണ്ട് മുന്നണികൾക്കും പ്രസക്തമല്ല. അതുകൊണ്ട് അതവിടെ ഇരിക്കട്ടെ. പി വി അൻവർ എന്ന് പറയുന്ന വ്യക്തിയെ മാത്രം കേന്ദ്രീകരിച്ചുള്ള ചർച്ചയാകുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDFന്റെ നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയായ കോൺഗ്രസ് എടുത്തിരിക്കുന്ന നിലപാട് 100% ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശരിയാണ്. അതിൽ അവർ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഇനി പിന്നാക്കം പോകുന്നില്ല. മാധ്യമങ്ങളൊക്കെ അവിടെ പടലപിണക്കങ്ങളാണ്, ആശയക്കുഴപ്പങ്ങളാണെന്നൊക്കെ ഈ മാധ്യമങ്ങളൊക്കെ മത്സരിക്കുകയാണല്ലോ. അതായത് വ്യൂവർഷിപ്പ് കിട്ടാൻ വേണ്ടി മത്സരിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളാണ് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം തന്നെ. ആരാണ് ഒന്നാം സ്ഥാനത്തെന്ന് ഇങ്ങനെ ഓരോ ദിവസവും മഷിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് പോകട്ടെ. അങ്ങനെ മാധ്യമങ്ങൾ ഇങ്ങനെ ഈ കരയ്ക്ക് നിന്ന് വെള്ളം മുക്കാനായി ശ്രമിക്കുന്നത് ഒരു നല്ല മാധ്യമ പ്രവർത്തനമല്ല. അത് ഇന്നലെ വളരെ ശക്തമായ ഭാഷയിൽ VD സതീശൻ പറഞ്ഞിട്ടുണ്ട്. കുറെ കൂടെ നിലവാരമുള്ള മാധ്യമ പ്രവർത്തനം ഉത്തരവാദപ്പെട്ട വലിയ മാധ്യമ പ്രവർത്തകരും ചെറുതായാലും നടത്തണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് പോകട്ടെ, അത് മറ്റൊരു വിഷയം. ഏതായാലും മേഘ, എനിക്ക് പറയാനുള്ളത് പി വി അൻവറിന്റെ ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ മസിൽ പിടുത്തമൊക്കെ ഇപ്പൊ താൽക്കാലികമാണ്. അത് എത്രയും വേഗം അവസാനിപ്പിക്കും. അദ്ദേഹം UDFന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി കർമ്മരംഗത്തിറങ്ങും. അദ്ദേഹം ഇനി ഒരക്ഷരം ആര്യാടൻ ഷൗക്കത്തിനെതിരായി മോശമായ രീതിയിലോ അല്ലെങ്കിൽ എതിരായോ പറയാൻ സാധ്യതയില്ല. കോൺഗ്രസ് മാന്യമായി അദ്ദേഹത്തിന് കൊടുക്കേണ്ടതായ സ്ഥാനം കൊടുക്കും. ഒരിക്കലും കോൺഗ്രസ് പി വി അൻവറെ കീഴ്പ്പെടുത്തിയെന്നുള്ള മനോഭാവത്തോടെ മുന്നോട്ട് പോവില്ല. ഒരുമിച്ച് ഒരു കൊടിക്കീഴിൽ ഒരു വേദിയിൽ നമുക്ക് താമസിയാതെ പി വി അൻവറിനെയും UDFന്റെ സ്ഥാനാർത്ഥിയോടൊപ്പം കാണാമെന്നാണ് എന്നെ പോലെയുള്ള ആളുകൾ പ്രതീക്ഷിക്കുന്നത്. അതെ, കൃത്യമാണ്. വളരെ നന്ദിയുണ്ട് പ്രൊഫസർ AG ജോൺ പ്രതികരണത്തിന്.